ഹലോ ഗ്രീൻ മീഡിയസിലേക്ക് സ്വാഗതം. വീണ്ടും ഒരു ദുൽഖർ സിനിമ തുടങ്ങുന്നു എന്നുള്ള വാർത്തകളാണ് ഇന്ന് വന്നിരിക്കുന്നത്. ഇന്ന് ദുൽഖർ DQ41 എന്ന ചിത്രത്തിൻ്റെ പൂജ ആരംഭിച്ചു, അല്ലെങ്കിൽ പൂജ കഴിഞ്ഞു എന്നുള്ളതാണ്. അടുത്ത പടത്തിലേക്ക് ദുൽഖർ എത്തുന്നു. അപ്പോൾ നമ്മൾ ഏവരും കാത്തിരിക്കുന്ന പോലെ ഒരു മലയാള സിനിമയാണോ എന്ന് ചോദിച്ചാൽ അല്ല എന്നുള്ളത് തന്നെയാണ്. വീണ്ടും തെലുങ്കിലേക്ക് തന്നെ ദുൽഖർ പോകുന്നു. മലയാളത്തിലേക്ക് വരണമെങ്കിൽ വലിയ പാടാണ് എന്നുള്ള ലെവലിലാണ് ദുൽഖറിൻ്റെ ഓരോ സിനിമകൾ കഴിയുമ്പോഴും. കാരണം തമിഴിലും തെലുങ്കിലുമൊക്കെ മിന്നുന്ന പ്രകടനം കാഴ്ചവെക്കുന്ന ദുൽഖറിനെ മലയാളത്തിലൊരു സിനിമ കാണാൻ നമ്മൾ കാത്തിരിക്കുകയാണ്. നമുക്കറിയാം ഐ ആം ഗെയിം എന്ന ചിത്രം ഇനി വരാനിരിക്കുന്നു. പക്ഷേ DQ41 നേരത്തെ പലരും പ്രതീക്ഷിച്ചിരുന്ന പോലെ മലയാളമല്ല, ഇതൊരു തെലുങ്ക് ചിത്രം തന്നെയാണ്. ഇന്ന് സിനിമയുടെ പൂജ നടന്നിരിക്കുന്നു. അത് പൂജയ്ക്ക് ദീപം കൊളുത്തിയത്, അല്ലെങ്കിൽ അതിനൊരു ഇനോഗ്രൽ ഫംഗ്ഷൻ എത്തിയിരിക്കുന്ന മെയിൻ ആൾ ആരെന്ന് ചോദിച്ചാൽ നാച്ചുറൽ സ്റ്റാർ നാനി ആണ്. അതായത് ദുൽഖറും നാനിയും ഉണ്ടാകുമോ എന്നുള്ളതാണ് നമുക്ക് ഇതിനകത്തിൽ ചോദിക്കാനുള്ളത്. എന്താണേലും സിനിമ തുടങ്ങുകയാണ്. ഇതിനിടയിൽ മറ്റൊരു അപ്ഡേറ്റായ നമ്മുടെ മലയാള സിനിമ ഐ ആം ഗെയിമിലേക്ക് ഇതുവരെ ദുൽഖർ ജോയിൻ ചെയ്തിട്ടില്ല എന്നുള്ളൊരു കാര്യമാണ്. സിനിമ അതിൻ്റെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുന്നു, അതിൻ്റെ ഷൂട്ടിങ്ങും കാര്യങ്ങളുമൊക്കെ. പക്ഷേ ദുൽഖർ ജോയിൻ ചെയ്തിട്ടില്ല ഇതുവരെ എന്നുള്ളതാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. എന്താണ് DQ41 അടുത്ത 100 കോടിക്ക് മുകളിലുള്ള സിനിമ. ദുൽഖറിനെ സംബന്ധിച്ചിടത്തോളം, അല്ലെങ്കിൽ മലയാളികളെ സംബന്ധിച്ചിടത്തോളം 100 കോടിയല്ല ദുൽഖറിൻ്റെ സിനിമകൾ, മികച്ച സിനിമകൾ തന്നെയാണ്. കാരണം നമ്മൾ ഈ പറഞ്ഞ പോലെ ദുൽഖറിൻ്റെ അന്യഭാഷാ ചിത്രങ്ങളെല്ലാം തന്നെ റിപ്പീറ്റ് വാല്യൂയോടെ അന്യഭാഷക്കാരും മലയാളികളും കാണുന്ന ചിത്രമായി മാറുന്നു എന്നുള്ളത് തന്നെയാണ്. നമുക്ക് ലക്കി ഭാസ്കർ എത്ര വട്ടം കണ്ടാലും നമുക്ക് മതി വരില്ല എന്നുള്ളൊരു ചിത്രം തന്നെയാണ്. സീതാരാമം അങ്ങനെയുള്ളൊരു ചിത്രമാണ്. അങ്ങനെയുള്ള ഓരോ ചിത്രങ്ങളും ദുൽഖറിൽ നിന്ന് വരുമ്പോൾ അത് അഭിമാനത്തിൻ്റെ അല്ലെങ്കിൽ അഭിമാന മുഹൂർത്തം തന്നെയാണ് മലയാളിക്ക്. കാരണം അന്യഭാഷയിൽ പോയി അവിടെ 100 കോടിയും അവിടെ ബ്ലോക്ക് ബസ്റ്ററും അവിടെ പോയി സ്റ്റേറ്റ് അവാർഡുമൊക്കെ അടിക്കാൻ കഴിയുമെങ്കിൽ അത് ഒറ്റ നടൻ തന്നെയുള്ളൂ മലയാളത്തിൽ, അത് ദുൽഖർ തന്നെ. ഹിന്ദിയിലും അദ്ദേഹം അവാർഡ് നേടിയിരുന്നു. കഴിഞ്ഞ ദിവസത്തെ വീഡിയോയിൽ നമ്മളത് പറയാൻ വിട്ടുപോയി. അത് ഞാൻ ഓർമ്മിപ്പിച്ച സുഹൃത്തിന് നന്ദി. അപ്പം ഇനിയും തമിഴിലും സ്റ്റേറ്റ് അവാർഡ് നേടട്ടെ എന്ന് ആശംസിക്കുന്നു. വീണ്ടും DQ41 നമ്മൾ തിരിച്ചു വരുമ്പോൾ നിങ്ങൾ ആരൊക്കെയാണ് ഈ സിനിമയ്ക്ക് വേണ്ടി കാത്തിരിക്കുന്നത്? പൂജ ഹെഗ്ഡെയാണ് ഇതിനകത്തിലെ നായിക എന്നുള്ളതാണ് നേരത്തെ മുതൽ കേൾക്കുന്നത്. അതിനുള്ള ഒരു സ്ഥിരീകരണങ്ങളൊന്നും വന്നിട്ടില്ല. അപ്പോൾ നമ്മുടെ വീഡിയോസ് ഇഷ്ടമായെങ്കിലും സപ്പോർട്ട് ചെയ്ത് തരണം ഗ്രീൻ മീഡിയാസ്.